ഇന്ന് എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഈ 3 ചെടികളും 3 പോട്ടുകളിലാക്കുക. ഈ ചെടി വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ 1 മാസത്തോളമായി. ഇതുവരെയും ഇതൊന്നും മാറ്റി വെച്ചില്ല. അപ്പോഴത്തേക്ക് അഗ്ലോണിമയ്ക്ക് ഒരു വാട്ടമൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ ചട്ടി എടുക്കാനായിട്ട് പോകുന്ന വഴിയിൽ ഞാൻ എൻ്റെ ചെടികളെയൊക്കെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇത് മിക്കവാറും ഫ്ലവേഴ്സ് ഉണ്ടാകും ഈ ഒരു ചെടി. അതിനൊരു തയ്യും കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ റോസ് ഗാർഡൻ, ഒരു ചെറിയ റോസ് ഗാർഡൻ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ റോസ് ഗാർഡനാണ് കേട്ടോ. കുറച്ചും കൂടി ഇനി ചെടികൾ വാങ്ങണം. പിന്നെ ഈ ഒരു ചൈനീസ് ബ്ലോസം ഉണ്ട്. ഇനി ഇതിൻ്റെ ഡബിൾ പെറ്റലുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഇടാം. പിന്നെ ചെറിയൊരു പച്ചക്കറി തോട്ടം, അതിനകത്ത് മുളക് കൃഷിയുണ്ട്. ചെറിയൊരു പച്ചക്കറി കൃഷിയാണ്. അതിനകത്ത് ഒരു 20 മൂട് ഈ മുളക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ഓർക്കിഡ് പ്ലാന്റ്സ്, കഴിഞ്ഞ ദിവസം കുറേ പ്ലാന്റ്സ് ഒരു നഴ്സറിക്ക് പോയി, കുറേ പ്ലാന്റ്സ് പോയി. ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ വലിയ പ്ലാന്റുകളിൽ നിന്ന് ചെറിയ പ്ലാന്റുകൾ ഇളക്കി ഇതിൻ്റെ തൈകൾ വേറെ ചട്ടി വെച്ച് നട്ടുപിടിപ്പിക്കും. അങ്ങനെ കുറേ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഒരു നഴ്സറിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ ഈ ചട്ടിക്കകത്ത് അടിയിൽ തൊണ്ട ഇടുന്ന കാരണം എന്ന് വെച്ചാൽ എനിക്കിവിടെ മണ്ണ് കുറവാണ്. അപ്പം മണ്ണില്ലാത്തത് കൊണ്ട് തൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് തൊണ്ട് മതി. പിന്നെ അത് മാത്രമല്ല നല്ല ഈർപ്പം നിൽക്കുകയും ചെയ്യും. അപ്പം ചെടികൾ ഇഷ്ടംപോലെ നന്നായിട്ട് വളരും. അഗ്ലോണിമയിൽ എന്തുവരെ ഞാൻ ചവറൊക്കെ ഇട്ടാണ് ചട്ടി നിറയ്ക്കാറുള്ളത് സാധാരണ. ഈ അഗ്ലോണിമയ്ക്കും അടിയിൽ കുറേ ചപ്പും ചവറും പിന്നെ ബാക്കി തൊണ്ട. അങ്ങനെ ഇത് രണ്ടും ശരിയാക്കി. ഇനി എനിക്ക് റോസയാണ് ശരിയാക്കാനുള്ളത്. റോസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇളക്കി അതിൻ്റെ മണ്ണ് തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നടാവൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് നന്നായി കിട്ടത്തില്ല. എല്ലാം ആ മണ്ണ് കണ്ട കേക്ക് പോലെ ഭയങ്കര കട്ടിക്കിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ മണ്ണൊക്കെ അത്യാവശ്യം ഇളക്കി കളഞ്ഞ് ആ മണ്ണ് കുറച്ച്, എന്നിട്ട് നല്ല മണ്ണ് കുറച്ചെടുത്തിട്ട് കേട്ടോ. എന്നിട്ട് വലിയൊരു ചട്ടിയിലോട്ടാക്കി. അപ്പോൾ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും. നമ്മൾ ആ വാങ്ങുന്ന ചട്ടി തന്നെ വെച്ചിരുന്ന, അത് അത്യാവശ്യം വലിയ ചട്ടിയായിരുന്നു. എന്നിരുന്നാൽ പോലും എടുത്തിരിക്കുന്ന ചട്ടിയാണ് അത്. അപ്പോൾ എന്നിരുന്നാൽ പോലും അത് അത്രയ്ക്ക് ഫ്ലവേഴ്സ് ഉണ്ടാകത്തില്ല. ഇത് നല്ല ചുമന്ന റോസ്